ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് അതിക്രമത്തിൽ വൻ പ്രതിഷേധവുമായി കോൺഗ്രസ്. പേരാമ്പ്രയിൽ UDF നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയ്ക്കിടെ വൻ സംഘർഷം. പോലീസിനെ തടഞ്ഞ പ്രവർത്തകർ ഉദ്യോഗസ്ഥർക്കെതിരെ മുദ്രാവാക്യം മുഴക്കി. പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉന്നയിച്ചത്. 6 മാസം കഴിഞ്ഞാൽ കാണാമെന്ന് DYSPയെയും റൂറൽ SPയെയും പേരെടുത്ത് പറഞ്ഞായിരുന്നു വിമർശനം. മിസ്റ്റർ ബൈജു മോനെ, ആ കാക്കിക്കുപ്പായം അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ജീവിതാവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാവുന്നുള്ള മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കാണും. 6 മാസം കഴിഞ്ഞാൽ, ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മിസ്റ്റർ ബൈജു നിങ്ങളെ ഞങ്ങൾ കാണും. എല്ലാ നിയമലംഘനങ്ങൾക്കെതിരായിട്ടുള്ള നിങ്ങളുടെ ഈ നടപടി, എല്ലാം മര്യാദകളും കാറ്റിൽ പറത്തില്ല നിങ്ങളുടെ ഈ നടപടി ഞങ്ങൾ ചോദ്യം ചെയ്യും. അതിന് സംശയം വേണ്ട. വേറൊരു ഹരിപ്രസാദ് DYSP ഉണ്ട്, വടകര DYSP ആണ്. കൊച്ചിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായി. കോഴിക്കോടും കാഞ്ഞങ്ങാടും ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പലയിടത്തും അക്രമാസക്തമായി. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി പേരാമ്പ്രയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടന്നിട്ടുണ്ട്. രാവിലെ മുതൽ അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നു. ഏറ്റവും ഒടുവിലായി പേരാമ്പ്രയിലും പോലീസുമായി രൂക്ഷമായ വാക്കേറ്റമുണ്ടായി, പ്രവർത്തകരും പോലീസും തമ്മിൽ. ആ വേദിയിലാകട്ടെ, പ്രതിഷേധ സംഗമത്തിൻ്റെ വേദിയിലാകട്ടെ, പോലീസുകാരുടെ പേരെടുത്ത് പറഞ്ഞടക്കം അതിരൂക്ഷ വിമർശനവും ഭീഷണിയും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് ഷഹദ് റഹ്മാൻ? റിജിത്ത്, സമീപകാലത്തൊന്നും കോൺഗ്രസിൽ കാണാത്ത വിധം വലിയ രീതിയിലുള്ള ഒരു ആളുകളെ സംഘടിപ്പിച്ചുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇപ്പോൾ ഈ പേരാമ്പ്രയിൽ നടക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. കാരണം ഇന്നലെ രാത്രി ആരംഭിച്ച പ്രതിഷേധ പരിപാടി അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ കോഴിക്കോട് IG ഓഫീസിലേക്ക് മാർച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. MK രാഘവൻ MP നേതൃത്വത്തിലായിരുന്നു ആ മാർച്ചും അതുപോലെ തന്നെ അവിടെ നടന്ന പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നത്. അത് സംഘർഷത്തിൽ കലാശിച്ചു. ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ട് 3:30 പേരാമ്പ്രയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നുള്ളത്. അത് KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുക എന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അല്പം മുമ്പ് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ KC വേണുഗോപാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തി. അത് ഒരു മിനിറ്റുകൾക്കപ്പുറമാണ് പോലീസുമായിട്ട് ഈ പ്രവർത്തകർ വാക്കേറ്റവും പിന്നെ അത് ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അതായത് ഇന്നലെ രാത്രി മുതൽ തന്നെ എല്ലാ കോൺഗ്രസ് നേതാക്കളും എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതായത് ഇന്നലെ ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ MPയെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന ഒരു ആവശ്യമാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകും എന്ന കാര്യവും ഈ UDF പ്രവർത്തകർ പറയുന്നുണ്ട്. ഇന്ന് അല്പം മുമ്പ് KC വേണുഗോപാൽ ഈ വേദിയിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഓരോ ഉദ്യോഗസ്ഥരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള താക്കീത് എന്ന വണ്ണമാണ് KC വേണുഗോപാലിന്റെ പ്രസംഗത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസ് ഇവിടെ നിന്ന് തിരിഞ്ഞു പോകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. എന്തായാലും ഷഹദ് റഹ്മാൻ പേരാമ്പ്രയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 6 മാസം കഴിഞ്ഞാൽ ഈ സർക്കാർ താഴെ വീഴും, അപ്പോൾ കാണാം എന്ന മുന്നറിയിപ്പും ഭീഷണിയുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.